joy. Thank you so much, Your Grace. Our sincere thanks to our beloved Father Benny, the parish priest, who made all arrangements to prepare us spiritually and to lead us to this lovely day. Thank you, Father, for your blessings and loving guidance. We do thank all the fathers who have come to share our love and happiness. A big thank you to you, our dear brother, who anchored this day gracefully. A special thanks to Holy Family Sisters who guided and prepared us externally and internally to receive Jesus in our hearts. We are grateful to all the members of the parish council and family units who made all the arrangements well for the smooth and solemn celebration of this day. Special word of thanks to our elders in the choir whose melodious singing led us to the presence of God. We owe our beloved parents, relatives, friends, members of the parish and all present here whose presence encouraged us to grow in holiness and fills us with special joy. Once again, we thank God and each one of you for making this day a unique one. Thank you. കുട്ടികളുടെ സന്തോഷത്തിന്റെയും നന്ദിയുടെയും സൂചകമായി അഭിമന്യ പിതാവിന് ഒരു സമ്മാനം നൽകുന്നതിനായി കുട്ടികളുടെ പ്രതിനിധി റീനു രാജുവിനെ ക്ഷണിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സമാപന പ്രാർത്ഥനകൾക്കായി ഭക്തിപൂർവ്വം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് സമാപന ആശീർവാദത്തിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്നത്തെ ചടങ്ങുകൾ ഇത്രയും മനോഹരമാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാം വളരെ ഭംഗിയായിരുന്നു. കുട്ടികൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഭക്തിപൂർവ്വം പങ്കെടുത്തു. അതുകൊണ്ടായി തന്നെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്. ഞാൻ അച്ഛനോട് ചോദിക്കാറുള്ളത് ആരും എത്ര മനോഹരമായിട്ട് ഡെക്കറേഷൻ നടത്തിയെന്ന്. ഫ്ലവർ അറേഞ്ച്മെന്റ് ഭംഗിയായിട്ടില്ലേ? സിസ്റ്റേഴ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കൗൺസിൽ ഹൗസിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബെന്നിയച്ചന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ നമ്മുടെ ഒരു ഇടവക, ഈ ഇടവക പട്ടക്കാരല്ലാത്തവരെ ഏൽപ്പിക്കുമ്പോൾ പിതാവിന് അല്പം ആശങ്കയുണ്ട്, ഇത് എങ്ങനെയാവുമെന്നുള്ളത്. പക്ഷേ ബെന്നിയച്ചൻ ഇടവപ്പട്ടയക്കാരേക്കാൾ ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തുന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കുർബാനയ്ക്ക് കൂടി കുട്ടികളുടെ പെർഫോമൻസ് നന്നായിരുന്നു. അവർ കണ്ട ഒരു കൊച്ചന്മാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് അച്ഛന്മാരാവാൻ നിങ്ങൾ ആരെങ്കിലൊക്കെ വിടണം. കാരണന്മാര് അച്ഛന്മാരെ ആവാനായിട്ട് നമുക്ക് കുട്ടികളെ ആവശ്യമുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ അധികമായിട്ട് എടുക്കുന്നത്. പക്ഷേ സാവധാനത്തിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന്, നമ്മുടെ ഇടവകളിൽ നിന്ന് കുട്ടികളുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ ക്യാമ്പ് നടത്തി, ദേവപള്ളി ക്യാമ്പ്. നമുക്ക് ഇവിടുന്ന് ദേവപള്ളി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടവയിൽ നിന്ന് തന്നെ ഒരാളുണ്ടല്ലോ, ജിതിൻ ഇവിടെ ഇവിടെ താമസിച്ചിരുന്ന ആളാണ്. ഇടവകയിൽ അംഗമായിരുന്നു. ഇപ്പം നമ്മൾ റോമിൽ പഠിക്കാൻ പറ്റിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഇടവകയിൽ നിന്ന് അച്ഛനാവാൻ താല്പര്യമുള്ള ആൺകുട്ടികളെ വികാരിച്ചൻ വഴിയായിട്ട് പിതാവിനെ സമീപിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പീറ്റർ കാഞ്ഞിരക്കാട്ടീരി അച്ഛനാണ് വൊക്കേഷൻ പ്രൊമോട്ടർ, അച്ഛനെ സമീപിക്കുക. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നമ്മൾ ഡിസംബർ മാസത്തിൽ ഇവരുടെ വെക്കേഷൻ്റെ സമയത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും മുതിർന്നവർക്കും ആ ക്യാമ്പിൽ സംബന്ധിക്കാം. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും +2 പഠിക്കുന്നവർക്ക് മാത്രമല്ല,
ഹൈസ്കൂളേഴ്സിനും പിന്നെ +1 +2 അതിലും മുതിർന്നവർക്കും പങ്കെടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 35 വയസ്സിന് താഴെയുള്ള ആർക്കും നമ്മുടെ രൂപതയിൽ അച്ഛനാവാനായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഇടയ്ക്ക് 30 വയസ്സ് കഴിഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, മിക്കവാറും നമ്മൾ അയാൾ എടുക്കും. അപ്പോൾ ആൺകുട്ടികൾക്കും യുവാക്കൾക്കും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വൈദികരായിട്ട് നമ്മുടെ രൂപതയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് വരാം. കല്യാണം കഴിച്ചിരിക്കാൻ പാടില്ല. നമ്മുടെ സഭയിൽ ഇപ്പോഴും സിലിബസിയും ബ്രഹ്മചര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. 35 വയസ്സ് മാത്രം പോരാ, ഈ മറ്റ് യോഗ്യതകളും നിങ്ങൾക്കുണ്ടാവണം, ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഡിസംബർ മാസത്തിൽ ഈ പറഞ്ഞ വെക്കേഷൻ സമയത്ത് അവധിക്ക് ഈ ദൈവവിളി ക്യാമ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സംബന്ധിക്കുക. സാധാരണ നമ്മൾ സാഞ്ചോപുരത്താണ് നടത്താറ്, റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട്. ഈ പ്രാവശ്യം ഒരു പുതിയ പരീക്ഷണം നമ്മൾ സിറ്റി തന്നെയുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ 1 or 2 ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒന്ന് താമസിക്കേണ്ട കാര്യമില്ല, രാവിലെ വന്ന വൈകുന്നേരം പോരാവുന്നതാണ്. ബഹുമാനപ്പെട്ട വികാരിച്ചനും കാറ്റഗിസം അധ്യാപകരും അത് ശ്രദ്ധിച്ച് കുട്ടികൾ വിടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇടവകയിൽ ഈ പ്രാവശ്യം ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഇടവക സന്ദർശനം നടത്താം എന്നൊരു പ്രപ്പോസൽ ആദ്യം ഉണ്ടായിരുന്നു. അത് വേറൊരു അവസരത്തിലായാലാണ് കുറച്ചും കൂടി ഉത്സാഹത്തോടുകൂടി നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ നടത്തിയില്ല. എടെങ്കിലും പിതാവ് ഇടവക സന്ദർശനത്തിന് പോകുമ്പോൾ പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മൾ രൂപത സ്ഥാപിച്ച് 3 വർഷമായതിനു ശേഷം വളരെ നല്ല വളർച്ച ഉണ്ടായി എന്ന് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വളർച്ച ഇടവകളുടെ വളർച്ചയാണ്. നമുക്കിവിടെ കാറ്റഗിസം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, നമ്മുടെ മാതൃസംഘം പ്രവർത്തിക്കുന്നുണ്ട്, കുട്ടികളുടെ സംഘടനയുണ്ട്, കുടുംബ യൂണിറ്റുകളുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഉത്സാഹപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ഇടവകയ്ക്ക് രൂപം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൊയറിൻ്റെ പെർഫോമൻസും വളരെ നന്നായിരുന്നു, കൺഗ്രാജുലേഷൻസ്. കുടുംബ യൂണിറ്റുകളെ, ഓൾട്ടർ ബോയ്സ്, അൾത്താര സംഘം, പിന്നെ ആദികുറാൻ സ്വീകരിച്ചവർ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദൈവജ്ഞാനമേ, ഈശോയുടെ